ഈ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് ആയതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഒരു കാര്യം ഈ മുനിസിപ്പൽ ഭരണമെന്ന് വിലയിരുത്തപ്പെടാനുള്ള സാഹചര്യം കൂടിയായിട്ട് തെരഞ്ഞെടുപ്പ് മാറും. എങ്ങനെയാവരുത് ഒരു മുനിസിപ്പൽ ഭരണം എന്നതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ ഉദാഹരണമാണ് പാലക്കാട്ടെ മുനിസിപ്പാലിറ്റി ഭരണം. ഇവിടെ ഈ റോഡുകൾ, ഇവിടുത്തെ നോക്കൂ, പാതി വഴിയിൽ നിലച്ചുപോയ വികസന പ്രവർത്തനം, ദൂരക്കൊന്നും പോകണ്ടല്ലോ, ഇതാ അങ്ങോട്ടും നോക്കിയാൽ മതി. വിജയപ്പെടെ പറയുന്നത് ഇതാ ഇവിടെ നിന്ന് ഇന്നലെ ഇപ്പോൾ ഞങ്ങളെ ഒരു പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. പ്രതിഷേധമല്ല, ആളുകളെ ഇത് ബോധവൽക്കരിക്കുകയാണ്. ശരി, അമൃത് പദ്ധതി എന്ന് പറഞ്ഞല്ലോ, ഇവർ പറഞ്ഞല്ലോ, പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. ഇവിടെ നോക്കൂ, ഈ പാലക്കാട് നഗരസഭയ്ക്ക് പരിധിയിൽ നിർമ്മാണം ആരംഭിച്ച് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട പോയ ധാരാളം പ്രവർത്തനങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ നഗരസഭയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അടിസ്ഥാന വികസനം, മാലിന്യ സംസ്കരണം, അറവ് മാലിന്യം, മറ്റ് മാലിന്യങ്ങൾ. അടിസ്ഥാന സൗകര്യമൊക്കെ വളരെ ഗംഭീരമാണ്. ടൗൺ ഹാൾ അവർ വരുന്നത് ഷൊർണൂരാണ്, അവിടെ ഭരിക്കുന്ന ഇടതുപക്ഷമാണ്. ആ മുനിസിപ്പാലിറ്റിയിലെ കാര്യമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക.